14-ാം രാവിൽ ഇനി അടുത്തതായി ഇശൽ പ്രിയം റൗണ്ടിൽ റിനു റസാഖ്. റിനിക്കുട്ടി, ഇശൽ പ്രിയം റൗണ്ടിലെ സോങ്ങാണ് അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണിത് അല്ലേ? നന്നായിട്ട് പാടാൻ പറ്റിയോ? ഇഷ്ടമുള്ള പാട്ട് കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. നല്ലൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പ്രവാചകനെ കുറിച്ച് പറയുന്നൊരു സോങ്ങാണ് അല്ലേ? നല്ലോണം പ്രാക്ടീസൊക്കെ ചെയ്തു, നല്ലോണം പാടിയെന്ന് തോന്നിയോ? കുഴപ്പമില്ലാണ്ട് പാടി. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇനി ഈ പാട്ടിനെ കുറിച്ച് ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. ഇശൽ പ്രിയം റൗണ്ടല്ലേ ഇത്? ഈ പാട്ട് മുമ്പ് കേട്ട്
ആ പാട്ട് തന്നെ പാടണം ഇശൽ പ്രിയം റൗണ്ടിൽ എന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തതാണോ, അല്ലെങ്കിൽ പല പാട്ടുകൾ തിരയുന്ന കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഇതാണെന്ന് തോന്നിയതാണോ? അല്ല, മുമ്പ് കേട്ടിട്ടുണ്ട് ഈ പാട്ട്. കേട്ടിട്ടുണ്ട്, വെറുതെ പറയല്ലോ. അല്ല അല്ല, ചോദിച്ചതാ. എനിക്ക് ഈ പാട്ട് ഇഷ്ടമായി. കാരണം ഇത് സാധാരണ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു നമ്മൾ കേട്ട് അങ്ങനെയുള്ള പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനൊരു കാരണമുണ്ട്. ഇത് ജയൻ കൊയിലാണ്ടി എഴുതിയതാണ്. പ്രത്യാശ് എന്ന് പറയുന്ന ഒരു പുതിയ കാലത്തെ സംഗീത സംവിധായകൻ, അദ്ദേഹം ചിട്ടപ്പെടുത്തിയതാണ്. സിബല്ല സദാനന്ദം പാടിയതാണ്. ഈ പ്രത്യാശ എന്ന് പറഞ്ഞ ആളെക്കുറിച്ചൊക്കെ എന്നെക്കാളും നന്നായിട്ട് ജോയിയേട്ടനും ഇതേയുള്ള സന്തോഷേട്ടനും ജയരാജനൊക്കെ അറിയാം. കാരണം അവരൊക്കെ ഈ വർക്കിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്തമായൊരു വർക്കാണ്. നല്ല സാധാരണ എല്ലാവരും സാധാരണ കേട്ട് വരുന്നൊരു ട്രാക്കിൽ നിന്ന് മാറിയിട്ടുണ്ട്. മോള് നല്ലൊരു ഇശൽ പ്രിയം എന്ന റൗണ്ടിൽ ഇപ്പം ഞാൻ ഈ പാട്ടിനെക്കുറിച്ച് സിബിലേച്ചിയോട് ചോദിച്ചപ്പം ഇതിപ്പോൾ ഇവിടെ കിട്ടും എന്ന് എന്നോട് ചോദിച്ചു. കാരണം സിബിലേച്ചി പാടി മറന്നുപോയ ഒരു പാട്ടാണ്, ഇപ്പോൾ ഇവിടെ കിട്ടാനില്ലാതെ. അതുകൊണ്ട് മോള് സിബിലേച്ചിക്ക് ഈ പാട്ട് സംഘടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സിബിലേച്ചിയോട് അനുഗ്രഹം വാങ്ങണം. എന്നാലും ഇപ്പം എൻ്റെ ഈ പറച്ചിലിനൊരു പ്രസക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളോട് നമ്മൾ അനുഗ്രഹം വാങ്ങണം. അപ്പോൾ എന്നോട് ഇങ്ങനെ ഹക്കിൻ എന്ന് പറഞ്ഞു ചോദിച്ചു, ആ പാട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും സിബിലേച്ചി വീണ്ടും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഇശൽ പ്രിയം എന്ന് പറഞ്ഞ റൗണ്ടിൽ ഏറ്റവും മികച്ച ഒരു തിരഞ്ഞെടുപ്പായി നാം ഈ പാട്ടിനെ കാണുകയാണ്. നല്ല തിരഞ്ഞെടുപ്പാണ്. പിന്നെ മോളുടെ പെർഫോമൻസ് നമ്മളിവിടെ കണ്ടതാണ്. ഒരു ലെവൽ അങ്ങനെ നിലനിർത്തി പോരുന്ന പാട്ടുകാരിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഞാൻ പറയുന്നത് അത് നിലനിർത്തുക അതിലപ്പുറം ഒരു പെർഫോമൻസ് ഇവിടെ കാണേണ്ടതുണ്ട്. നമ്മളൊന്നും ഇങ്ങനെ ഈ ഒരു ലെവലിൽ അങ്ങനെ പോയാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. സുൽത്താന അതൊക്കെ നമുക്ക് ഇത് ആണുങ്ങളിങ്ങനെ കുറേ അതിങ്ങനെ കൊണ്ടു നടക്കുകയാണ്, നികേഷും ബാദുഷയൊക്കെ. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം അല്ലേ? അല്ല, അത് നമുക്കും തിരിച്ചു പിടിക്കാൻ തന്നെ ഒരിക്കൽ മുളക് കിട്ടിയില്ലേ? കിട്ടിയില്ല. സുൽത്താന എന്ന് പറഞ്ഞൊരു പദവി കിട്ടി. പക്ഷേ അത് രണ്ടാൾക്ക് പങ്കിട്ടതാണ് അന്നല്ലേ കഴിഞ്ഞ ഷെഡ്യൂളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന തരത്തിലേക്ക് ഉയരണം എന്നാണ്. അതിനി സമയമുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ മത്സരം എത്രത്തോളം മുന്നോട്ട് അവസാനിക്കാറായി. ഏതായാലും മോളെ അങ്ങനെയുള്ള തരത്തിലേക്ക് ഉയരണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. റീനു, നല്ലൊരു സോങ് കേട്ടോ, എനിക്കൊരുപാട് ഇഷ്ടമായി. പല്ലവി എന്നെ ഇത്തിരി ടഫാണ് പാടാൻ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആ തുടക്കം ഒന്ന് പാടും, ഒരൊറ്റ വരി. അപ്പം അത് ശരിക്കും ഒന്നും കൂടെ ക്ലീനായി. അതാ ഫസ്റ്റ് അത് ടെമ്പോയിൽ അങ്ങ് വന്നപ്പോഴില്ല ഒരു അത് വലിയൊരു പ്രശ്നമല്ല. പിന്നെ ഒന്നുകൂടി എനിക്ക് കേൾക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പാടിച്ചത്. ഫസ്റ്റ് പല്ലവി ഒരു പ്രത്യേകമാണല്ലോ, ഞാൻ പറഞ്ഞില്ല, അത് ഇത്തിരി ബുദ്ധിമുട്ടുമാണ് പാടാൻ. പിന്നെ അനുപല്ലവി എല്ലാം നന്നായിരുന്നു. ഇപ്പം മാഷ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ റിനുവിന് അത് ശ്രമിച്ചാൽ നടക്കും എന്നുള്ളത് കൊണ്ടാണ് മോളെ പറഞ്ഞത്. മോളെ ഇപ്പം ഷാന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചു കേട്ടോ. അത് കാരണം ഒരു സ്റ്റുഡിയോ മോളുടെ വോക്കലിൽ തന്നെയാന്ന് തോന്നുന്നു, അത് ആ ടോണിൽ അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയണേ. ഒരു മിക്സ് ചെയ്തിട്ടുള്ള നമ്മളൊരു സോങ് കേൾക്കുമല്ലോ, ഒരു റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് സോങ് കേൾക്കുന്ന ഒരു എഫക്റ്റാണ് മോളുടെ ടോണിൽ തന്നെ അതുണ്ട്. താങ്ക് യു മാം. അപ്പോൾ മോൾക്ക് ചെറുതാണ്, ഇനി അങ്ങോട്ട് ഒരുപാട് നമുക്ക് കേൾക്കാമല്ലോ. അവിടെ അതിൽ ആ ഫിലിമിൽ പാടി ആ ഒരു അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, വരണം മോളെ, നന്നായിട്ട് വരണം. കാരണം നല്ലൊരു ശബ്ദം മാത്രമല്ലല്ലോ, നമുക്ക് അതിലൊരുപാട് മോൾക്ക് ജന്മനാ നമ്മൾ പറയും അങ്ങനെ കുറേ എഫക്ട്സ് പോലെ തന്നെ മോളുടെ അങ്ങ് സോങ് നമ്മൾ വരുത്തേണ്ട ചില കാര്യങ്ങൾ മോൾക്ക് അറിയാതെ വന്നു പോകുന്നുണ്ട്, ഫീലോട് കൂടി തന്നെ വന്നു പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ അങ്ങനെ മുന്നോട്ട് പോവുക, ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെയും സുൽത്താനയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടി പറഞ്ഞ പോലെ തന്നെ ശ്രമിക്കുക. ഓക്കെ റെനത്ത, താങ്ക് യു. ഷാൻ സർ. റീനു നല്ലോണം പാടിക്കോളെ. താങ്ക് യു സർ.
ഒരു ടഫ് സോങ് ആണ്. പിന്നെ ഈ പല്ലവിയിൽ ഇപ്പം ടെമ്പോ കുറച്ച് പാടിയപ്പോൾ അത് കറക്റ്റായിട്ട് വീണു. പിന്നെ ഇതാണ് ആ ഒരു പ്രോസസ്ഡ് വോയിസിൻ്റെ ഫീലാണ്. അത് ഇൻബിൽട്ടാണ് പ്ലഗിൻസൊക്കെ. അത് നല്ല കാര്യം എന്തായാലും മോള് നല്ലോണം പാടിയിട്ടുണ്ട്. വേറെ ആ ഒരു ഫീലാണ്. പിന്നെ മോളുടെ വോയിസിൽ തന്നെ ഒരുപാട് ഒരു മാജിക് ഉണ്ട് അതിൽ. അപ്പോൾ അത് തന്നെ പ്രാക്ടീസ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാം. ഓക്കെ, താങ്ക് യു ഷൻ സർ. സിനിത? യെസ് മാം. വളരെ നന്നായി പാടി മോളെ. താങ്ക് യു മാം. സിബിലേച്ചി പാടിയ നല്ല ഒരു ഗാനം വീണ്ടും വീണ്ടും സിബിലേച്ചിനെ ഇങ്ങനെ ഇവിടുന്ന് ഓർമ്മിക്കാനും വേണ്ടി മോള് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പാടിയ അല്ലേ. അമീന ബീബി റളിയല്ലാഹു അൻഹയുടെ മകളാണ്, മകനാണ്. നന്നായിരിക്കും. അവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ വളരെ നന്നായി പാടി. താങ്ക് യു മാം. താങ്ക് യു സിനിത. കുട്ടിയെ ഇനി മാർക്ക് വയ്ക്കാം. നല്ല മനസ്സിലാകട്ടെ, വേഗം നമുക്ക് മാർക്ക് അറിയാം അല്ലേ. ഫൈസൽ സർ? അപ്പോൾ സുൽത്താന ആവാൻ ശ്രമിക്കും എന്നുള്ള ഉറപ്പിൽ 27 മാർക്ക്. താങ്ക് യു സർ. 30-ൽ 27 മാർക്ക്. താങ്ക് യു സർ. രേനത്ത? 27. താങ്ക് യു മാം. 30-ൽ 27 മാർക്ക്. താങ്ക് യു രേനത്ത. ഷൻ സർ? ഞാനും ഒട്ടും കൂട്ടുന്നില്ല. 27. താങ്ക് യു സർ. 30-ൽ വീണ്ടും 27 മാർക്ക്. ഇനി എന്താ, മതിയില്ലേ? മതിയോ? സിനിതയുടെ മാർക്കും കൂടി ആഡ് ചെയ്യാം അല്ലേ. സിനിത 10 കൊടുക്കുന്നുണ്ടോ? 8.5. ഔട്ട് ഓഫ് 10 8.5 മാർക്സ് സീനത്ത് നൽകിയിരിക്കുന്നത് അല്ലേ. ഇത് ഏത് റൗണ്ട്? ഇശൽ പ്രിയം റൗണ്ടിൽ ഫേവറേറ്റ് സോങ് ആണ് പാടിയത്. അതിൽ സ്കോർ ചെയ്തിരിക്കുന്നത് 100-ൽ 89.5 മാർക്ക് അല്ലേ. ഔട്ട് ഓഫ് 100 89.5. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇപ്പോൾ 3 റൗണ്ട് കഴിഞ്ഞു. എത്ര മാർക്കൊക്കെ സ്കോർ ചെയ്തു? ഇശൽ നാടകത്തിൽ 90. ഇശൽ നാടകം 90 മാർക്സ്. ഇശൽ കഹാനി 90. ഇശൽ കഹാനി 90. അപ്പം ഇശൽ പ്രിയത്തിൽ 89.5. ഇശൽ പ്രിയത്തിൽ 89.5 അല്ലേ. അപ്പോൾ ഇതിലാണ് കുറഞ്ഞു പോയിരിക്കുന്ന ഒരു 0.5 അല്ലേ. ബാക്കിയെല്ലാം നല്ല മാർക്സാണ്. അപ്പോൾ ഇനി സുൽത്താനയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരാം. അതിനു മുൻപ് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. റിനു അപ്പോൾ 3 റൗണ്ട്സും കഴിഞ്ഞ് ഇപ്പോൾ ടെൻഷൻ ഫ്രീ സോണിലാണ് നിൽക്കുന്നത്. അപ്പം ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? 3 റൗണ്ട്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം ഈ ഷെഡ്യൂളാണ് കൂടുതൽ ഇഷ്ടമായത്. അതെ. അപ്പം ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ചെയ്താലാ സ്കോർ ചെയ്തേ? മാർക്സ് 2 റൗണ്ടിൽ എനിക്ക് ഈക്വൽ ആയിരുന്നു. ഇശൽ കഹാനിയിലും ഇശൽ നാടകത്തിലും 90 സ്കോർ ചെയ്യാൻ പറ്റി. ഇപ്പം റിനു എന്ന് വെച്ചാൽ റിനുവിൻ്റെ ആ ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. മുകളിലേക്കും ആയിട്ടില്ല, താന്നിട്ടുമില്ല. സോ എനിവേസ് അങ്ങനെ പോയാൽ പോരാ, കൂടണം. ഓക്കെ, ട്രൈ ചെയ്യാം. അപ്പം ശ്രമിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.